ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി ഡിഷ്. ഞാൻ ഇന്നിവിടെ അടിപൊളി ഒരു പലഹാരമാട്ടോ കൊണ്ടുവന്നത്. അപ്പോൾ പഴം വെച്ചിട്ടാണ് ഈ പലഹാരം ഉണ്ടാക്കിയത്. കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴും നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഒരു പലഹാരമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തായാലും ഇത് ഉണ്ടാക്കുക പിന്നെയും തോന്നും, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ പഴമൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്സാണ് കേട്ടോ. എണ്ണയിലൊന്നും മുക്കി പൊരിക്കാത്ത ഒരു പലഹാരമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, അവസാനം വരെ കാണണം. എന്നിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോയിലേക്ക് പോവാണ്. ഞാനിവിടെ 2 കദളിപ്പഴമാണ് എടുത്തത് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ കദളിപ്പഴത്തിന് പകരം ചെറുപഴമോ അല്ലെങ്കിൽ ഇതില്ലേ നമ്മൾ റോബസ്റ്റ ഏത് പഴമായാലും മതി, കുഴപ്പമില്ല. പക്ഷേ നേന്ത്രപ്പഴം വേണ്ട. അപ്പോൾ നമുക്ക് കുറച്ച് ഒരു സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെറിയ ഏത് പഴമായാലും അല്ലെങ്കിൽ നമ്മൾ റോബസ്റ്റ് ആയാലും മതി. ഇപ്പോൾ കദളിപ്പഴം ഞാനിവിടെ എൻ്റെ കയ്യിൽ കദളിപ്പഴം ഉള്ളതുകൊണ്ട് ഞാനിവിടെ ഇതുപോലെ എടുത്തിട്ട് കട്ട് ചെയ്ത് വെക്കണം. ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായി ഒന്ന് ഉടച്ച് കിട്ടണം. ഉടയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫോക്ക് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് നല്ല പഴുത്ത പഴമാണ്, എന്നാലും ഒരു പഴം നല്ലോണം പഴുത്തിട്ടുണ്ട്, ഒരു പഴം ഒരുവിധം പഴുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഫോക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഉടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ടായാലും മതി, കുഴപ്പമില്ല. മിക്സിയിൽ അടിക്കേണ്ട. അപ്പോൾ ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇതുപോലെ ഉടഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇതുപോലെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതെല്ലാം ഉടഞ്ഞ് മിക്സ് ചെയ്ത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ അടുത്തതായി വേണ്ടത് കുറച്ച് നട്ട്സാണ്. ഞാനിവിടെ കുറച്ച് ബദാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് പിസ്ത എടുത്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് നട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇത് 2 നട്ട്സാണ് ഞാൻ എടുത്തത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ട് തരിതരിയായിട്ട് പൊടിക്കുന്ന ഒരു നല്ല നൈസ് പൊടിയായിട്ടൊന്നും പൊടിക്കണ്ട, ഒരു വിധം നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിതിവിടെ പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇതിവിടെ എല്ലാം ഞാൻ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇത് കുറച്ച് തരികളോട് കൂടിയിട്ടാട്ടോ ഞാനിവിടെ പൊടിച്ചെടുത്തത്. ഇനി നമുക്ക് ഇതൊന്നത് മാറ്റി വയ്ക്കാം കേട്ടോ. ഇതൊരു പ്ലേറ്റിലേക്ക് ഞാനിട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് ഇത് പലഹാരം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇതിന് 2 ടേബിൾ സ്പൂണോളം നെയ്യാണ് ഞാനിവിടെ ഉപയോഗിച്ചത് കേട്ടോ. 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഉണ്ട്. ആ നെയ്യിൻ്റെ ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഇട്ടിട്ട് അതിലേക്ക് ഞാൻ ഈ പൊടിയെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. നന്നായിട്ടൊന്ന് ആ പൊടിയൊക്കെ ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ ആ പൊടി നന്നായിട്ടൊന്ന് ഒരു ചെറിയൊരു ബ്രൗൺ നിറത്തിലാവുന്ന, അത്ര ഒരുപാട് ബ്രൗൺ ആവണ്ട, ഒന്ന് നന്നായിട്ട് മൂത്ത് കിട്ടിയാൽ മതി. നന്നായിട്ടൊന്ന് ചൂടായി നന്നായി മൂത്ത് കിട്ടി ഏകദേശം ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് മുന്തിരിയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് അതുപോലെ ഒന്ന് ചൂടാക്കി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇത് വേറെ തന്നെ വറുത്തിട്ട് എടുക്കണം എന്നൊന്നുമില്ല. ഇനി കൂടുതൽ വറുത്തെടുക്കണം എന്നുള്ളവർക്ക് നെയ്യിൽ വേണമെങ്കിൽ വറുത്ത് ഇതിലേക്ക് ഇട്ടാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ഇതിലേക്ക് ഇട്ടാണ്. ഇനി അത് നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നന്നായിട്ട് ചൂടാക്കി എടുത്താൽ തന്നെ ആ മുന്തിരിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി കിട്ടും. ഇനി നമ്മൾ ഇത് നന്നായിട്ട് നല്ല ചൂടിൽ വഴറ്റി കിട്ടി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിലേക്ക് ഇടാനുള്ളത്, ഇനി ഇതിലേക്ക് 1 കപ്പ് നാളികേരം കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുകിയ നാളികേരമാണ്. അതും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ഈ നാളികേരത്തിൻ്റെ ആ ഒരു നനവ് വിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ആ ചൂടിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഉടച്ച് വെച്ച പഴം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ എല്ലാ പഴവും നമ്മൾ ഉടച്ച് വെച്ച പഴത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഈ പഴവും ഈ മിക്സൊക്കെ കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ തീയിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ആ പഴത്തിൻ്റെ ആ പച്ച ഒരു സ്മെല്ലുണ്ടല്ലോ, ആ ഒരു ടേസ്റ്റൊക്കെ മാറിയിട്ട് ഈ നെയ്യും നമ്മൾ നാളികേരവും എല്ലാം കൂടി ഇതിലേക്ക് വഴറ്റത്തക്ക വിധത്തിൽ നന്നായിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അതിന് ശേഷം നമുക്കിതിലേക്ക് റവയാണ് ഞാൻ ഇടാൻ പോകുന്നത്. അതായത് 1 കപ്പ് റവയാണ് കേട്ടോ ഇടാൻ പോകുന്നത്. 1 കപ്പ് റവയാണ്.
അപ്പോൾ നമ്മൾ ഒരു കപ്പ് റവ ഞാൻ 2 പ്രാവശ്യമായിട്ട് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഈ പഴം പഴത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. പഴം ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഇത് റവ ഇട്ട് കൊടുക്കരുത്. കാരണം ഞാനിത് വീഡിയോ ലെങ്ത് ആവും വിചാരിച്ചിട്ടാണ് കുറച്ച് പെട്ടെന്ന് എടുത്തത്. പഴം നന്നായിട്ടൊന്ന് ആ ഒരു സ്മെല്ലും ആ ടേസ്റ്റൊക്കെ മാറിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ റവ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് റവ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യതുപോലെ നന്നായിട്ടൊന്ന് ഈ പഴത്തിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ നല്ലോണം മിക്സ് ആവുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടേക്ക് ശർക്കരപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളെ കയ്യിൽ ശർക്കരപ്പൊടി ഇല്ലെങ്കിൽ ശർക്കര നന്നായിട്ട് ഉരുക്കിയിട്ട് അതൊന്ന് ഉരുക്കിയിട്ട് അരിച്ചൊഴിച്ചാലും മതി കേട്ടോ അതിലേക്ക്. അപ്പോൾ ഇവിടെ ശർക്കരപ്പൊടി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടേക്ക് ഈ ശർക്കരപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ശർക്കരപ്പൊടി ഒന്ന് ചൂടാകുമ്പം നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടും. അപ്പോൾ ഞാൻ ഒരു അരക്കപ്പാണ് ആദ്യം ഇട്ട് കൊടുത്തത്, പിന്നെ ഒരു അരക്കപ്പും കൂടി ഇട്ടിട്ടുണ്ട്. മധുരത്തിനനുസരിച്ച് നമുക്ക് ശർക്കരപ്പൊടി കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ പഴവും ശർക്കരപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ആയിട്ടുണ്ട്. നല്ലോണം പോലെ മിക്സായി ആ ചൂടിൽ കിടന്നിട്ട് ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുക്കിയിട്ട് ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നല്ലോണം സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴേ നമ്മൾ ഈ പലഹാരത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പെട്ടെന്ന് എടുക്കരുത്. ഞാൻ വീഡിയോ ലെങ്ത് ആവും വിചാരിച്ചിട്ട് മാത്രമാണ് ചെയ്യുന്നത് ഇതുപോലെ സ്പീഡാക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ ഒരു 3/4 കപ്പ് പാലാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ചും കൂടി പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/4 കപ്പ് പാൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് റവ നമുക്ക് നന്നായിട്ടൊന്ന് വെന്തിട്ട് ഒന്ന് കുറുകിയെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഒരു 1/4 കപ്പോളം ഞാൻ പാൽ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ട്, എന്നിട്ട് ഈ റവയും നമ്മളെ ഈ മിക്സ് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരണം. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നത്. അതിന് ശേഷം ഞാൻ കുറച്ച് നമ്മൾ ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഏലക്ക ഇവിടെ ഞാൻ പഞ്ചസാര വെച്ച് പൊടിച്ചതാണ്, അതുകൊണ്ടാണ് കുറച്ച് അധികമായിട്ട് ഇട്ട് കൊടുത്തത്. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് ആ ചൂടിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെ പാനിൽ നിന്നൊക്കെ വിട്ട് കിട്ടുന്നത് വരെ നമ്മളിതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ ആ റവയൊക്കെ നന്നായിട്ട് വെന്ത് ഈ ശർക്കരയും റവയൊക്കെ കൂടി നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ടാകും. എന്നിട്ട് തണുത്തതിന് ശേഷം നമ്മൾ ഈ കൈ വെച്ചിട്ട് ഇതുപോലെ ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലോ അങ്ങനെ നമ്മൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിതുപോലെ ഉരുട്ടിയെടുക്കാം കേട്ടോ. ഉരുട്ടിയെടുക്കുക അല്ലെങ്കിൽ നമ്മൾ നീളത്തിലാക്കി എന്ത് നമുക്ക് വേണം ചെയ്യാം. അതുപോലെ ഞാൻ ഇതുപോലെ നമ്മൾ കൈ വെച്ചിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഒരു ബോൾസൊക്കെ ആണെങ്കിൽ ഒരേ വലുപ്പത്തിൽ തന്നെ നമ്മൾ ബോൾസ് ഉരുട്ടിയെടുക്കുക. അപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയാണ്. കാണാൻ ഇതുപോലെ കൈ വെച്ചിട്ട് കുറച്ച് നെയ്യ് നമ്മളെ കയ്യിൽ എടുത്തിട്ട് ശേഷം നമ്മളിതുപോലെ ഉരുട്ടിയെടുക്കുക കേട്ടോ. അപ്പം ചൂട് കുറച്ച് തണിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഞാനിവിടെ എല്ലാ ബോളും ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ കണ്ടോ, ഒരു ക്രാക്കും ഒന്നും വീണിട്ടില്ല. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ചെറുതായിട്ടൊന്ന് നമ്മൾ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഞാനൊരു ടേബിൾ സ്പൂണോളം നെയ്യേ ഒഴിച്ചെടുത്തിട്ടുള്ളൂ. ഇനി ഇത് വേണ്ടാന്നുള്ളവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനും ടേസ്റ്റാണ്. പക്ഷേ ഇത് ഒന്നും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഈ നെയ്യിൽ കുറച്ച് നെയ്യ് ഇതിൽ ഉപയോഗിച്ചിട്ട് വളരെ കുറച്ചേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തും ഒന്ന് ചൂടായി എടുക്കുമ്പം പുറഭാഗം നല്ല ക്രിസ്പി ആവും, ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നല്ല നെയ്യിൻ്റെയൊക്കെ ആ ഫ്ലേവർ ഇതിലേക്ക് വരും. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഇട്ടിട്ട് കുറച്ച് ചെറിയ തീയിൽ നമ്മൾ ഇതുപോലെ പാൻ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ തന്നെ എല്ലാ ഭാഗത്തേക്കും നെയ്യ് കിട്ടും. നല്ല ടേസ്റ്റാണിത്. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഈ ബോൾസ് ആയതുകൊണ്ട് നമുക്ക് ഉരുണ്ട് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഈ നെയ്യ് കിട്ടത്തക്ക വിധത്തിൽ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. നല്ല ചൂടാക്കി നമ്മൾ ഒന്ന് മറച്ചിട്ടാൽ നമുക്ക് കാണാം. ഒരു സൈഡൊന്ന് ചെറുതായിട്ടൊന്ന് ഒരു മൊരിഞ്ഞ പോലെ വരുമ്പോഴേക്കും നമുക്ക് ഇതൊന്ന് ഓഫ് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ഇത്ര മതി. അടിപൊളി പലഹാരമാണ് കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. നല്ല കളറും നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മൾ ഈ പഴത്തിൻ്റെ ടേസ്റ്റോ പച്ച ടേസ്റ്റോ ഒന്നും ഉണ്ടാവില്ല. നല്ലൊരു ടേസ്റ്റാണ് പഴത്തിൻ്റെയൊക്കെ. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇത് കുട്ടികൾക്ക് സ്കൂളിലേക്ക് ലഞ്ച് ബോക്സിൽ വെക്കാനും പറ്റിയൊരു സ്നാക്സാണ്. നല്ല ടേസ്റ്റാണ്. ഒരുപാട് എണ്ണയൊന്നും ഇതിൽ ഇട്ടിട്ടൊന്നും പൊരിക്കുന്നില്ല. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം കേട്ടോ. അടിപൊളി വീഡിയോസായിട്ട് ഞാൻ അടുത്ത ഇതിൽ വരുന്നതാണ്. അതുവരേക്കും ബൈ.